ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്ന ഈസി ആയിട്ട് എളുപ്പത്തിലൊരു ചിക്കൻ കറിയാണ്. അതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണ്ടത് നമുക്കൊന്ന് നോക്കാം. ആദ്യമായിട്ട് ഒരു 3 സവാള നന്നായി കനം കുറച്ച് അരിഞ്ഞത്, പിന്നെ 2 പച്ചമുളക്, പിന്നെ 2 വേപ്പിൻ്റെ ഇല. പിന്നെ നമുക്ക് വേണ്ടത് ഇഞ്ചി, വെളുത്തുള്ളി, ഗരം മസാല, നമ്മൾ നന്നായി പേസ്റ്റാക്കിയത്, പിന്നെ തക്കാളി, ഒരു 2 തക്കാളി ചെറുതായി അരിഞ്ഞത്. പിന്നെ നമുക്ക് ആദ്യമായിട്ട് പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് മെയിനായിട്ട് വേണ്ടത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക്, വേപ്പിൻ്റെ ഇല അതും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന 2 പച്ചമുളകാണ്, അതായത് ഉണ്ടമുളക് ആയതുകൊണ്ടാണ് ഞാൻ 2 പച്ചമുളക് ആക്കിയെടുത്തത്. ഇനി നീളം മുളകാണെങ്കിൽ നിങ്ങൾക്ക് 3 4 ആക്കി എടുക്കാം. നിങ്ങളുടെ എരിവിനനുസരിച്ച് 3 4 എടുക്കാം. ഇത് ഉണ്ടമുളകിന് എരിവ് കൂടുതലായതുകൊണ്ടാണ് ഞാൻ 2 പച്ചമുളകാക്കി എടുത്തത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നന്നായി ഒരു ബ്രൗൺ കളറാവുന്ന വരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. നമുക്ക് കുറച്ച് നേരം മൂടി വെച്ചിട്ട് ഒന്ന് വേവിക്കാം. മൂടി വയ്ക്കുമ്പോൾ ആവി കൊണ്ടിട്ട് നന്നായി ഒന്ന് വഴണ്ട് കിട്ടിക്കോളും. ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ സവോള നന്നായി വഴറ്റി കിട്ടിയിട്ടുണ്ട്. നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, ഗരം മസാല പേസ്റ്റ് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയുടെ ആ എക്സ്ട്രാക്റ്റൊക്കെ അതിൽ നന്നായിട്ടൊന്ന് പിടിക്കട്ടെ, സവാളയിൽ നന്നായിട്ടൊന്ന് പിടിക്കട്ടെ. അതുവരെ നന്നായിട്ടൊന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഇളക്കുമ്പോൾ നമ്മൾ അടി പിടിക്കാതെ നോക്കണം. ലോ ഫ്ലെയിമിൽ വേണം നമ്മളിത് വെക്കാൻ. ഇത് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികൾ, അതായത് 2 ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും, പിന്നെ കുറച്ച് എരിവ് കൂടുതലുള്ള മുളകും പൊടിയും 1 ടേബിൾ സ്പൂൺ ഇടുക. പിന്നെ 2 സ്പൂൺ മല്ലിപ്പൊടി. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പ്രത്യേകം പറയുക, ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിത് ഇളക്കി കൊടുക്കാൻ. അടി പിടിക്കാതെ നോക്കണം. അടി പിടിച്ചാൽ നമ്മുടെ ചിക്കൻ കറി തന്നെ അത് നന്നായി എഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. 2 ചെറിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ആക്കിയതിന് ശേഷം നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ചിക്കൻ, കഴുകി വൃത്തിയാക്കിയ ചിക്കൻ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആ മസാലയൊക്കെ നന്നായി ചിക്കനിൽ പിടിക്കത്തക്ക വിധം നന്നായിട്ട് നമുക്ക് എല്ലാം കൂടി അത് മിക്സാക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം എന്ന് വെച്ചാൽ നമ്മൾ ആ ഇഞ്ചിയും വെളുത്തുള്ളി ഗരം മസാലയുടെ പാത്രത്തിൽ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സാക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നന്നായി ഇളക്കി കൊടുത്ത് ഒന്ന് സെറ്റായതിന് ശേഷം പാകത്തിന് ഉപ്പും ചേർത്തിട്ട് നമുക്ക് മൂടി വെച്ച് വേവിക്കാം. അതായത് നമ്മൾ ആകെ കുറച്ച് വെള്ളം ചേർത്തിട്ടുള്ളൂ. ആ വെള്ളം എന്ന് പറയുന്നത് നമ്മൾ ചിക്കൻ തിളച്ച് വന്ന ചിക്കനിൽ ഇനി വെള്ളം വരും. അതുകൊണ്ട് നമ്മൾ കുറച്ച് വെള്ളം മാത്രമേ ചേർത്തിട്ടുള്ളൂ. നമ്മൾ മൂടി വെച്ചിട്ട് വേവിക്കുക. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇളക്കി കൊടുക്കണം. അടി പിടിക്കാതെ നോക്കണം. അതായത് നമ്മുടെ ചിക്കൻ തിളച്ചപ്പോൾ അതിൽ ആവശ്യത്തിന് വെള്ളമായിട്ട് വന്നിട്ടുണ്ട്. നമുക്കൊന്നുകൂടി നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ഇനിയാണ് നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ചിക്കൻ മസാല ഇതിലേക്ക് ഇടുന്നത്. അത് 2 സ്പൂൺ ചിക്കൻ മസാല നമ്മൾ മാത്രമേ ഇട്ടിട്ടുള്ളൂ. നന്നായി ചിക്കൻ മസാലയൊക്കെ ഇട്ട് നന്നായി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് മൂടി വെച്ചിട്ട് ഇനിയും ഒന്ന് ഇളക്കി കൊടുക്കാം. വേവാൻ വേണ്ടിയിട്ട് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നന്നായി വെന്ത് സെറ്റായി വന്നിരിക്കുന്ന അവിടെ എണ്ണയൊക്കെ ഉണ്ട് മേലേക്ക് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് ക്യാമറ ഫോക്കസ് ഓണാക്കാൻ മറന്നു കേട്ടോ. അതാണ് അധികം ക്ലാരിറ്റി ഇല്ലാതെ കാണുന്നത്. എന്തായാലും നമ്മുടെ ചിക്കൻ കറി എന്താ പറയുക, സൂപ്പർ ചിക്കൻ കറി ആയിട്ടുണ്ട്. കണ്ടോ, ചിക്കൻ കറി സെറ്റായിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കി നോക്കാവുന്നതാണ്. താങ്ക് യു.